8 മാസം പ്രായമായിട്ടുള്ളൊരു കുഞ്ഞിന് പനിക്ക് വേണ്ടി കൊടുത്ത പാരസെറ്റമോൾ ഓവർഡോസിലാവുകയും കുഞ്ഞ് ഗുരുതരാവസ്ഥയിലെത്തി പിന്നീട് അപകടനില തരണം ചെയ്തതുമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പാരസെറ്റമോളിന്റെ ഡോസ് എന്തുകൊണ്ടാണ് ഇവിടെ മാറിപ്പോയത്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ കൂടിയ അളവിൽ പാരസെറ്റമോൾ ശരീരത്തിലെത്തിയാൽ ഉണ്ടാവേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും പനി വരുമ്പോൾ നമ്മൾ ആദ്യം കഴിക്കുന്ന മരുന്ന് പാരസെറ്റമോളാണ്. എന്നാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടാണ് ഈ മരുന്നിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 കിലോഗ്രാം ശരീരഭാരത്തിന് 10 മുതൽ 15 മില്ലിഗ്രാം പാരസെറ്റമോൾ എന്ന അളവിലാണ് പാരസെറ്റമോളിന്റെ ഡോസ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരു 10 കിലോഗ്രാം ഭാരമുള്ള കുട്ടിയാണെങ്കിൽ 15 മില്ലിഗ്രാം എന്ന തോതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു തവണ കുട്ടിക്ക് 150 മില്ലിഗ്രാം പാരസെറ്റമോൾ കൊടുക്കാമെന്നർത്ഥം. എന്നാൽ എങ്ങനെയാണ് ഈ 150 മില്ലിഗ്രാം പാരസെറ്റമോൾ കുട്ടിയുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്? ഇതിനായിട്ട് പാരസെറ്റമോൾ മരുന്ന് ഡ്രോപ്സ് ആയിട്ടുണ്ട്, പിന്നെ സസ്പെൻഷൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മലദ്വാരത്തിൽ വയ്ക്കുന്ന സപ്പോസിറ്ററികളുണ്ട്, ഗുളികകളുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ ആയിട്ടും പാരസെറ്റമോൾ ലഭ്യമാണ്. എന്നാൽ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പാരസെറ്റമോളിന്റെ ഡ്രോപ്സും സസ്പെൻഷനും ഒക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ട കുട്ടിയിൽ മാറിപ്പോയത് ഈ ഡ്രോപ്സും സസ്പെൻഷനും തമ്മിലാണ്. എന്താണ് ഡ്രോപ്സും സസ്പെൻഷനും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ് പാരസെറ്റമോൾ ഡ്രോപ്സ്. ഈ പാരസെറ്റമോൾ ഡ്രോപ്സിൽ 1 ml 100 മില്ലിഗ്രാം പാരസെറ്റമോൾ അടങ്ങിയിരിക്കുന്നു. ഇത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഈ പാരസെറ്റമോൾ പാക്കറ്റിന്റെ കൂടെ തന്നെ ഒരു ഡ്രോപ്പറും അവൈലബിൾ ആണ്. ഈ ഡ്രോപ്പറിൽ 0.1 മുതൽ 1 ml വരെ മാർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിന് 0.5 ml പാരസെറ്റമോൾ ആണ് ഡോക്ടർ എഴുതിയിരിക്കുന്നതെങ്കിൽ 5ാമത്തെ വരെ മരുന്നെടുത്താണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ തെറ്റ് വരാതിരിക്കാൻ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അടയാളം ഈ കവറിന്റെ പുറത്ത് തന്നെയുണ്ട്. കുഞ്ഞിന്റെ ശരീരഭാരം അനുസരിച്ചിട്ട് ഏകദേശം 1 ml ഈ കവറിൽ തന്നെ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഡോക്ടർ എഴുതിയിരിക്കുന്ന അളവ് നമുക്ക് ഇതിൽ നോക്കി കൂടി ഇതൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഡോക്ടർ എഴുതിയിരിക്കുന്നത് ഇതാണെങ്കിൽ പോലും ഫാർമസിയിൽ നിന്ന് നമുക്ക് തന്നത് ഇതാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും ഈ ഒരു വിദ്യ നമ്മളെ സഹായിക്കും. കുട്ടികൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ ഈ ഡ്രോപ്സ് മാറ്റി പിന്നീട് സസ്പെൻഷനാണ് സാധാരണ ഡോക്ടർമാർ കുട്ടികൾക്ക് നിർദ്ദേശിക്കാറ്. ഈ സസ്പെൻഷൻ തന്നെ 3-4 ഡോസിൽ ലഭ്യമാണ്. ഒന്ന് 5 ml മരുന്നിൽ 120 മില്ലിഗ്രാം പാരസെറ്റമോൾ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതേ 5 ml തന്നെ 125 മില്ലിഗ്രാം പാരസെറ്റമോൾ അടങ്ങിയിരിക്കുന്നത്. പല കമ്പനികളും ഈ 2 അളവിലാണ് പാരസെറ്റമോൾ വിപണിയിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പാരസെറ്റമോളിന്റെ സസ്പെൻഷനാണ്. എന്നാൽ ഇതിൽ ഒരു 5 ml 125 mg പാരസെറ്റമോൾ ഉണ്ട്. ഇതേ മരുന്നിൽ 120 മില്ലിഗ്രാം പാരസെറ്റമോൾ ആണ് 5 ml ഉള്ളത്. കുട്ടികൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ ഈ ഒരളവിൽ പാരസെറ്റമോൾ മതിയായെന്ന് വരില്ല അവരുടെ ശരീരഭാരം അനുസരിച്ച്. അപ്പോൾ 5 ml മരുന്നിൽ 250 മില്ലിഗ്രാം പാരസെറ്റമോൾ അടങ്ങിയിരിക്കുന്ന സസ്പെൻഷനും വിപണിയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് അറിഞ്ഞു വെച്ച് അതിനനുസരിച്ച് ഈ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതണമെന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ എത്ര ml ആണെന്നുള്ളതും കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. ഇത് കണ്ടിട്ടാണ് ഫാർമസികളിൽ നിന്നും മരുന്ന് രോഗിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ പാരസെറ്റമോൾ സസ്പെൻഷന്റെ കുപ്പിയിലും ഇതേപോലെ തന്നെ വെയിറ്റ് അനുസരിച്ചിട്ട് ഏകദേശം എത്ര ml ആണ് കൊടുക്കേണ്ടതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുണ്ടോ എന്ന് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള മാർഗം ഈ ബോട്ടിലിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ വാർത്തകളിൽ കണ്ട കുഞ്ഞിന് ഡോക്ടർ എഴുതിയത് പാരസെറ്റമോൾ സസ്പെൻഷൻ ആയിരുന്നു. എന്നാൽ ഫാർമസിയിൽ നിന്ന് കൊടുത്തത് പാരസെറ്റമോൾ ഡ്രോപ്സും. അപ്പോൾ ഈ ഡ്രോപ്സിൽ 1 ml തന്നെ 100 മില്ലിഗ്രാം പാരസെറ്റമോൾ ഉണ്ട്. 5 ml ഡ്രോപ്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 500 മില്ലിഗ്രാം പാരസെറ്റമോൾ ആണ് കുഞ്ഞിന്റെ ഉള്ളിലെത്തിയത്. ഇങ്ങനെ 2-3 വട്ടം ഈ മരുന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഗുരുതരാവസ്ഥയിൽ കുഞ്ഞാവാനുള്ള കാരണവും. അപ്പോൾ പാരസെറ്റമോൾ ഓവർഡോസ് എന്ന് പറയുമ്പോൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന്റെ ശരീരഭാരം അനുസരിച്ച് 150 മില്ലിഗ്രാമിൽ അധികം ശരീരത്തിൽ എത്തിയാൽ പാരസെറ്റമോൾ ടോക്സിസിറ്റി എന്ന് നമുക്ക് പറയാം. 24 മണിക്കൂറിനുള്ളിൽ
1 കിലോഗ്രാം ശരീരഭാരത്തിന് 150 മില്ലിഗ്രാമിൽ കൂടുതൽ എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇനിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, പാരസിറ്റമോൾ സസ്പെൻഷൻ കുഞ്ഞുങ്ങളുടെ ശരീരഭാരം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഒരു 30 കിലോഗ്രാം ഭാരമുള്ള കുട്ടിയാണെങ്കിൽ 15 മില്ലിഗ്രാം എന്ന തോതിൽ ഡോസ് കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു 400-450 മില്ലിഗ്രാം പാരസിറ്റമോൾ ആണ് കുട്ടിയുടെ ഉള്ളിലെത്തേണ്ടത്. അപ്പോൾ 250 മില്ലിഗ്രാം 5 ml പാരസിറ്റമോൾ ആണെങ്കിൽ നമ്മളൊരു 8-9 ml എങ്കിലും കൊടുക്കേണ്ടി വരും. എന്നാൽ കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ ചിലപ്പോൾ 40-45 കിലോ ഉണ്ടാവും, എന്നാലും ഗുളികകൾ കഴിക്കാൻ വിസമ്മതിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 5 ml തന്നെ 500 മില്ലിഗ്രാം പാരസിറ്റമോൾ അടങ്ങിയിരിക്കുന്ന സിറപ്പുകളും വിപണിയിലുണ്ട്. പാരസിറ്റമോൾ അമിതമായിട്ടുള്ള അളവിൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് നമ്മൾ സംശയിക്കേണ്ടത്? ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ചിലപ്പോൾ രോഗലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരില്ല. പിന്നീടാണ് വയറുവേദന, ഛർദി, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. കുട്ടി ക്ഷീണിതനായിട്ട് കാണപ്പെടുകയും ശരീരത്തിൽ അമിതമായിട്ടുള്ള വേർപ്പ്, നെഞ്ചിടിപ്പ്, ശ്വാസഗതിയിലുണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെയാണ് പാരസിറ്റമോളിൻ്റെ അമിതമായിട്ടുള്ള ഡോസ് മൂലമുണ്ടാകുന്ന പ്രശ്നം. പാരസിറ്റമോൾ പ്രധാനമായും ബാധിക്കുന്ന അവയവം കരളാണ്. ലിവറിനെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇത് കാരണമായിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകിക്കാതെ വൈദ്യസഹായം തേടുക. പാരസിറ്റമോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഡോസ് എങ്ങനെയാണ്? ഡ്രോപ്സും സസ്പെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? സസ്പെൻഷൻ തന്നെ ഏതൊക്കെ അളവിൽ വരുന്നുണ്ട്? കുട്ടികളുടെ ഭാരം അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചു. ചെറിയ കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.